ചേർത്തലയിലെ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അമ്മ സജിയെ അച്ഛൻ സോണി കൊലപ്പെടുത്തിയതാണെന്ന് മകളുടെ നിർണായക മൊഴിയെ തുടർന്ന് ഇന്നലെയാണ് കല്ലറയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തത്. മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് മനീഷ്, പറയൂ. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. അതിലെ കാര്യങ്ങൾ, അതായത് ഈ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതിനും ഒരു മാസം മുൻപ് തന്നെ വീട്ടിൽ ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് 46-കാരിയായിട്ടുള്ള സജിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകളിലൊന്നും എവിടെയും ആരെങ്കിലും ആക്രമിച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ടായിരുന്നു അന്ന് മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മകൾ തന്നെയാണ്, മീഷ്മ തന്നെ, മകൾ 19 വയസ്സുകാരി മകൾ തന്നെയാണ് അച്ഛനാണ് അമ്മയെ ആക്രമിച്ചത് എന്ന് ഒരു പ്രധാനപ്പെട്ട നിർണായക മൊഴി നൽകിയിട്ടുള്ളത്. മകളുടെ മൊഴി ഇപ്രകാരമാണ്. അതായത് ഒരു മാസം മുൻപ് അമ്മയെ അച്ഛൻ മർദ്ദിച്ചു. അതായത് അച്ഛന്റെ മറ്റൊരു ബന്ധത്തെ പറ്റി ചോദ്യം ചെയ്ത് നിത്യേന വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അന്നും വഴക്കുള്ള സമയത്ത് അച്ഛൻ വീടിന്റെ കോണിപ്പടിയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട ശേഷം 1.5 മണിക്കൂറോളം അവിടെ കിടന്നു. ആ സമയത്ത് ഈ വഴക്കുണ്ടാകുന്നതിന് മുൻപ് തന്നെ കത്തി കാട്ടി മകളെ ഭീഷണിപ്പെടുത്തി ഓടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചത് അധികം നേരം അറിഞ്ഞില്ല. പിന്നീട് വന്നപ്പോഴാണ് അമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ്, അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് മകൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറയാതിരുന്നത് പോലീസ് ചോദിച്ചപ്പോൾ അമ്മ മരണത്തേക്ക് പോയില്ല, അതായത് അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അതുകൊണ്ട് തന്നെ ഒരു വിഷയമാക്കണ്ട എന്ന് കരുതിയാണ് മകൾ അത് ആദ്യം പറയാതിരുന്നത്. പിന്നെ പക്ഷേ അമ്മയുടെ മരണത്തിന് ശേഷം വീണ്ടും ഈ അച്ഛൻ മകളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇക്കാര്യം ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അമ്മയുടെ അതേ ഗതി തന്നെ നിനക്കും ഉണ്ടാകുമെന്ന് മകളോട് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൾ ഈ പിന്നീട് ബന്ധുക്കളോട് പറയുന്നത്. അങ്ങനെ ബന്ധുക്കളാണ് ഈ വിഷയം പോലീസിനോട് അറിയിക്കണമെന്ന് പറഞ്ഞതും ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഈ മകൾ ചേർത്തല പോലീസിൽ ഇപ്രകാരമുള്ള മൊഴി നൽകിയതും ഇന്നലെ ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും സംസ്കാരം നടത്തിയിട്ടുള്ള ഈ കല്ലറയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് ഇന്നലെ RDOയുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടി നടന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടിയിലടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഇനി ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്ന പോലീസ് ഇത് കൊലക്കുറ്റത്തിനും കൂടി കേസെടുക്കാനാണ് സാധ്യത. കാരണം ഇത് ഒരു കൊലപാതകമാണെന്ന് ഏറെക്കുറെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായി ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. SK.